ഇതിനകത്ത് അതിരസകരമായിട്ടൊരു സംഭവം ഉണ്ടായി. അതായത് ഈ ഓരോ ജുറാസിക് പാർക്കിലെയും അത്ഭുതങ്ങൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നിടത്ത് പോയെന്നുകൊണ്ട് ആ ജീവികളുടെ സ്വരത്തിന് സമാനമായിട്ട് അനന്തപത്മനാഭൻ സാർ, ഈ കാണുന്ന അനന്തപത്മനാഭൻ സാർ ആ ജീവികളുടെ അടുത്ത് പോയിക്കുന്ന ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. മറ്റുള്ളവരെല്ലാം തിരിച്ചും പറഞ്ഞ് നോക്കും ഇതെവിടെ നിന്നുണ്ടാകുന്നതെന്ന്. ലാസ്റ്റാണ് മനസ്സിലായത് ഇതിൻ്റെ ബിരുദൻ ഈ അനന്തപത്മനാഭൻ സാറാണ്. അങ്ങനെ പല രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ പാർക്ക് കണ്ടു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം തന്നെ വേറെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. വെളിയിൽ വന്ന് പാർക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് വന്നു. നല്ല കോടമഞ്ഞും, എപ്പോഴും ഞാൻ കോടമഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അല്ല എനിക്കിത് കൂടുതൽ താല്പര്യമായിട്ട് തോന്നി, കൂടുതൽ ആകർഷമായിട്ട് തോന്നി ഇവിടുത്തെ കാലാവസ്ഥ. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. പലരും പലയിടത്ത് പോയവരെല്ലാം കൂടെ വന്ന് ഒത്തുകൂടാനുള്ള സമയം അടുത്ത് കൂടുന്നു. ഞങ്ങളും ആ പോയിന്റിലേക്ക് യാത്രയാകുകയാണ്. ആരുടെയൊക്കെ സ്റ്റാച്ചു ഒന്നും വിശദമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. അതിനുള്ള സാവകാശം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആയതുകൊണ്ട് പ്രത്യേകം ആകർഷകമായി കാണുന്ന ഭാഗങ്ങൾ ഞാൻ ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. എവിടെ ചെന്നാലും നമ്മുടെ കരിക്ക് കാണും. ഇവിടുത്തെ ഒരു ദേശീയ പാനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഭാഗത്ത് ചെന്നാലും ചെത്തിമുനിക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാനീയങ്ങൾ, അതായത് കരിക്ക് കാണാൻ സാധിക്കും. ഒരു കരിക്കിന് നമ്മുടെ നാട്ടിലെ വില ഏകദേശം 160 രൂപയുടെ ആകും. $2 തുല്യമായിട്ടുള്ള കാശ് കൊടുത്താൽ മാത്രമേ ഈ കരിക്ക് കിട്ടൂ. ഏകദേശം 160 രൂപ ആവും. അങ്ങനെ ഞങ്ങളുടെ മീറ്റിംഗ് പോയിന്റിലേക്ക് അടുക്കുന്നു. അങ്ങനെ ഞങ്ങളും എല്ലാവരും ഒരു കുടക്കീഴിലായി. കോടമഞ്ഞിനോടൊപ്പം തന്നെ മഴയുണ്ട്, ചെറുതായിട്ട് ചാറ്റമഴയും ഉണ്ട്. ഇത് ഞങ്ങളുടെ ലോക്കൽ ഗൈഡ്, ഇന്നത്തേക്ക് ഞങ്ങൾ കമ്പനി അനുവദിച്ചു തന്ന ലോക്കൽ ഗൈഡാണ് മിസ്റ്റർ ബ്രാ. അദ്ദേഹവും അനന്തപത്മനാഭൻ സാറുമായിട്ട് വലിയ ഡിസ്കഷനിലാണ്. മിസ്റ്റർ ബ്രാ അദ്ദേഹമാണ് ഞങ്ങളുടെ ഗൈഡ് ഇന്നത്തെ. അങ്ങനെ ഫ്രഞ്ച് വില്ലയിലെ സന്ദർശനം മതിയാക്കി ഞങ്ങൾ റിട്ടേൺ കേബിൾ കാറിലൂടെ തിരിച്ചു വരികയാണ്. ഈ കേബിൾ കാറിനെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. 2013 ഇത് ഓപ്പണാക്കി വിനോദസഞ്ചാരികൾക്ക് യാത്രാ സൗകര്യമായിട്ട് ഒരുക്കി കൊടുത്തത്. ഇത് പല ഗിന്നസിലും റെക്കോർഡ് നേടിയിട്ടുള്ളവയാണിത്. ഏറ്റവും ദൈർഘ്യമേറിയവ, ഏറ്റവും വിടവ്, അതായത് ഒരു കേബിളിൽ നിന്ന് മറ്റൊരു കേബിൾ ലൈനിലേക്ക് ഉള്ള അകലം, ഭാരമേറിയ കേബിൾ, എലിവേഷനിലെ ഏറ്റവും വലിയ മാറ്റം എന്നിവ ഉൾപ്പെടെ പല ഈ ഗിന്നസ് റെക്കോർഡും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. മടക്കയാത്രയിലാണ് ഞങ്ങൾ ഇന്ന് മടക്കയാത്രയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂട്ടിന് സ്വല്പം വ്യത്യാസം വരുത്തിച്ചു. ആദ്യം ഞങ്ങൾക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങളുടെ ഡിന്നറുണ്ട്. അതിനുശേഷം ഡയറക്റ്റ് ഹോട്ടലിലേക്ക് പോകേണ്ടതാണ് ഞങ്ങളുടെ ഐറ്റണറിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടി ചെറിയ വ്യത്യാസം വരുത്തിയത് ആ റൂട്ടിന് ചേഞ്ച് വരുത്തിക്കൊണ്ട് ഡ്രാഗൺ ബ്രിഡ്ജ് എന്നൊരു പ്രസിദ്ധമായ ബ്രിഡ്ജുണ്ട് വിയറ്റ്നാമിൽ. അതുകൂടെ ആ പാലത്തിൽ കൂടെ വേണം, ആ ബ്രിഡ്ജിൽ കൂടെ കടന്ന് ഡ്രാഗൺ ബ്രിഡ്ജിലൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഹോട്ടലിൽ പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. വേണ്ട, ഞങ്ങൾ മെയിൻ ഗേറ്റിലെത്തി. ഈ ഗേറ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണും. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വന്ന് ഞങ്ങൾ ഈ പാർക്കിലേക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നു ഈ ഗേറ്റ്. ആ ഗേറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ട്രാൻസ്പോർട്ട് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടിൽ ഞങ്ങൾ യാത്രയായി. വിയറ്റ്നാമിൽ കൂടെയുള്ള രാത്രി യാത്ര. ഞങ്ങൾ എത്തിച്ചേർന്നു, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നു. വിയറ്റ്നാമിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്.
ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡേ കിട്ടത്തുള്ളൂ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത് ഇവിടുത്തെ ഏത് രാജ്യത്തു നിന്നാലും അവിടുത്തെ ലോക്കൽ ഫുഡിനെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഹോട്ടലിലെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെളിയിലിട്ടിറങ്ങി അവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ തട്ടുകട. 2-3 പ്രാവശ്യമായി ഞാൻ പറയുന്നത് തട്ടുകടയെന്നില്ലേ. മറ്റ് ചിലവുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതൊരു സാധാരണ സംഭവമാണ്. ലോകത്തെമ്പാടും ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇറങ്ങി വരാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ ബസ് വിളിച്ചു കഴിഞ്ഞാൽ അധികം നേരം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എല്ലാവരും വെളിയിൽ വന്നതിന് ശേഷം ബസ് വന്ന് അതിനകത്തേക്ക് കയറി യാത്രയാകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചുറ്റുപാടുമുള്ള സ്ട്രീറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്ര ചെയ്ത് ചിത്രീകരിക്കാവുന്നൊക്കെ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് എത്തി ഞങ്ങൾ വീണ്ടും യാത്രയായി. അടുത്ത ലക്ഷ്യസ്ഥാനം ഡ്രാഗൺ ബ്രിഡ്ജ്. ശ്രദ്ധിച്ച് കാണാം, ഏറ്റവും മുന്നിൽ ആ റെഡ് ലൈറ്റ് കാണുന്നില്ലേ, അതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ ഹാൽ നദിക്ക് കുറുകെയുള്ള ഈ ഒരു പാലമാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജ്. 2009 ഇതിൻ്റെ പണി തുടങ്ങിയത്. അന്നത്തെ വിയറ്റ്നാമിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന യുഎൻ ടാങ് മറ്റും ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡ്രാഗൺ. ഇതിൻ്റെ അടുത്തൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കിതിൻ്റെ പ്രൗഢി മനസ്സിലാക്കുകയില്ല. കാരണം നമുക്ക് പാട്ടല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ഒന്നിച്ച് കാണണം. എങ്കിൽ ദൂരെ നിന്ന് ഒന്നിച്ച് കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി പാലം കടന്ന് അപ്പുറത്ത് ചെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തിരിഞ്ഞ് അവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മുടെ ടൂർ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നതല്ല ഇത്. ഈ കാണുന്ന കാഴ്ചയും പറ്റും. എങ്കിൽ കൂടി അരമണിക്കൂർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് അധികം ദൂരമല്ല, ഹോട്ടലിലേക്ക് വളരെ അടുത്ത് തന്നെയാണ്. ഇതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഒറ്റ ഫ്രെയിമിൽ ഇത് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ സൗന്ദര്യം മനസ്സിലാകുന്നത്. ഓരോ മണിക്കൂറും ഇടപെട്ട് ഇതിൻ്റെ തലഭാഗത്തൂടെ തീ പോലെ ഇതിന് വെളിയിലേക്ക് വരും. ഓരോ മണിക്കൂറും ഇടപെടുമ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മളോട് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ പൂർണ്ണമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹെഡ് ഭാഗത്തു നിന്നും വായിൽ കൂടെ ഒരു അഗ്നിഗോളം വെളിയിലേക്ക് വരും. ഇത് അതിൻ്റെ ഒരു പ്രത്യേക കാഴ്ചയാണ്, പ്രത്യേകതയാണ്. യഥാർത്ഥത്തിയല്ല, അതാദ്യം മനസ്സിലാക്കണം. ഈ ലേസർ ഉപയോഗിച്ച് കാണിക്കുന്നതാണത്. എല്ലാവരും വണ്ടിക്ക് വെളിയിൽ ഇറങ്ങി ഓരോരുത്തർ ഫോട്ടോ എടുക്കണം. അവരവരുടെ ഇഷ്ടാനുസരിച്ചുള്ള ഫോട്ടോകളും മറ്റും എടുക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ച അല്ലേ. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയാണ്. ഈ രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധയില്ലാതെ പ്രധാന കാര്യം ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം, പ്രധാന സാമ്പത്തിക സ്രോതസ് ഈ വിനോദസഞ്ചാരം തന്നെയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മാക്സിമം വിനോദസഞ്ചാരികളെ ഈ നാട്ടിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സന്ദർശിച്ച തന്നെ ഈ വിയറ്റ്നാമിൻ്റെ ചില അപൂർവം ചില സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളൂ. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് ഒരു യാത്ര കൊണ്ടോ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കണ്ടു തീരാവുന്നതല്ല.
എങ്കിലും നമ്മുടെ യാത്രയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കണ്ട് തീരുക എന്നുള്ളതാണ് നമ്മൾ ഐറ്റിനറിയിലുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഹോട്ടൽ. അവിടെയാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. ഞാൻ പാലത്തിനടുത്ത് നിന്നും സൂം ചെയ്ത് എടുത്തതാണിത്. അവിടെ ഒരു പച്ച കാണുന്നത് എന്താന്ന് നോക്കാം. ലൈറ്റാണ്. അവിടെ വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണത്. യാത്രയെല്ലാം മതിയാക്കി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. ഹോട്ടൽ റിസപ്ഷനിലെത്തി ഞങ്ങൾ ചെക്കിംഗ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മറ്റ് വിയറ്റ്നാം വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.